ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നൊരു ഭാഗമാണ് പെട്ടെന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കുളിക്കാൻ കയറുകയാണ് കേട്ടോ വേദ. അപ്പോൾ വേദയുടെ 2 സ്വർണ്ണവളകൾ ഊരി അവിടെ വച്ചിട്ടാണ് വേദ കുളിക്കാൻ കയറുന്നത്. ആ സമയത്ത് വിക്രം ആകെപ്പാടെ ഒരു ടെൻഷനിലാണ് കേട്ടോ. വിക്രത്തിനോട് ഒരു ഫ്രണ്ട് പണം ചോദിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. വയ്യാതെ കിടക്കുന്ന അവർക്ക് ഓപ്പറേഷന് കുറേ പണം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പണം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ കയ്യിൽ കുറച്ച് പണമേ ഉള്ളൂ. ബാക്കി പണത്തിന് ഇനി എന്ത് ചെയ്യുമെന്ന് വിക്രം വിചാരിക്കുകയാണ്. അതേസമയം എണ്ണയൊക്കെ തേച്ചിട്ട് വരുന്ന വേദ വളകൾ 2 ഊരി അവിടെ വെച്ചിട്ട് കുളിക്കാനായിട്ട് കയറുകയാണ്. ഇത് നമ്മുടെ നന്ദിനിയും കാണുകയാണ് കേട്ടോ. അതേസമയം നന്ദിനി വളയൊന്നും എടുക്കുന്നില്ല. വേദയോടുള്ള ദേഷ്യം കാരണം, അമ്പടി നീ കുളിക്കാൻ കയറുകയാണല്ലേ, ഇപ്പം ഞാനൊരു പണി തരാൻ നിനക്കിട്ട്, അങ്ങനെ നീ പെട്ടെന്നൊന്നും കുളിച്ചിട്ട് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് വെള്ളം ഓഫ് ചെയ്യാണ് കേട്ടോ. പൈപ്പിൽ കൂടി വരുന്നത്. അങ്ങനെ വേദ കുളിക്കാൻ കയറി കഴിയുമ്പോൾ വെള്ളം ഇല്ലാതെയാവുകയാണ്. അതേസമയം വിക്രം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്, എങ്ങനെ കുറച്ച് പണം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് മേശപ്പുറത്ത് 2 വളകൾ ഇരിക്കുന്നത്. അത് വേദയുടെ വളയാണെന്ന് വിക്രത്തിന് മനസ്സിലാവുന്നൊക്കെയുണ്ട്. അപ്പോൾ വിക്രം വിചാരിക്കുകയാണ്, തൽക്കാലം ഒരെണ്ണം എടുക്കാം, അതെങ്ങനെയെങ്കിലും പണയം വെച്ചിട്ടോ എന്തെങ്കിലും പണം കൊടുക്കാം എന്ന് വിചാരിച്ച് വേറൊന്നും ചിന്തിക്കാതെ അതിലൊരു വളയെടുത്തിട്ട് വിക്രം പോവാണ് കേട്ടോ. അതേസമയം വേദ കുളിക്കാൻ കയറി കഴിയുമ്പോൾ വെള്ളം ഇല്ലാതാകാണ്. വേദ അവിടെയെല്ലാം നിന്നിട്ട് കുറേ സമയം വിളിക്കുന്നുണ്ട്. നന്ദിനേച്ചി മോട്ടറിട്, വെള്ളമില്ലെന്ന് പറയാണ്. അതുപോലെ ശ്രീജയോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീജ നോക്കുമ്പം വെള്ളമൊക്കെ ഉണ്ട്. അതേസമയം പൈപ്പ് ആരോ ഓഫ് ചെയ്തിരിക്കുകയാണ്. അത് നന്ദിനി തന്നെ ഓൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദ കുളിച്ചിട്ടൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അവിടെയെല്ലാം നോക്കിയിട്ട് വളയെടുത്തിടാനായിട്ട് വരികയാണ്. വള എടുത്തിടാൻ വരുമ്പോഴേക്കും അവിടെ വള കാണുന്നില്ല. വള കാണാതെ വരുമ്പോഴത്തേക്കും വേദ അവിടെ എല്ലാം പരിശോധിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധാകരൻ മാഷും കമലമ്മയും അതുപോലെ മക്കളും എല്ലാവരും അവിടെയുണ്ട്. വേദ ഇങ്ങനെ എല്ലാം അന്വേഷിക്കുന്ന കാണുമ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ വേദ, എന്താ നോക്കുന്നേ? അപ്പോൾ വേദ പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ കമലൻ ചോദിക്കുന്നുണ്ട്, അല്ല കുട്ടി, നീ കുറച്ച് നേരമായാലോ ഇവിടെ നോക്കാൻ തുടങ്ങിയിട്ട്, എന്താ നഷ്ടപ്പെട്ടു പോയെന്ന് പറ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളും കൂടി നോക്കാം എന്ന് പറയുമ്പം വേദ പറയാണ്, ഏയ് ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ. അങ്ങനെ കുറേ നേരം ഇവരിത് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ സുധാകരമാഷും ചോദിക്കുന്നുണ്ട്, എന്താ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ വീട്ടിൽ ബാക്കിയുള്ളവരും കൂടെ ഉണ്ടല്ലോ, ഞങ്ങളും കൂടെ നോക്കാമെന്ന് പറയുമ്പം വേദ പറയുക, ഒന്നുമില്ല എന്ന് വീണ്ടും പറയാണ്. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, കുറേ സമയമായി ഇവിടെ തിരക്കുന്നത് കാണുന്നു, ഒന്നും കാണാതെ പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ അന്വേഷിക്കില്ല, ഈ വീട്ടിൽ മറ്റു മനുഷ്യരും ജീവിക്കുന്നതല്ലേ, അതുകൊണ്ട് എന്താ നഷ്ടപ്പെട്ടു പോയതെന്ന് വെച്ചാൽ അതെന്താന്ന് വെച്ചാൽ പറ. അപ്പോൾ വേദ പറയാണ്, നീ ഒന്നുമില്ല, എൻ്റെ ഒരു വള കണ്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, വളയോ? അപ്പം നന്ദിനി അവിടെ നിന്ന് പറയാം, വളയല്ലേ, അത് പോട്ടെ, അതിനിയും വാങ്ങാലോ, ഞാനോർത്തു വേറെന്തോ ആയിരിക്കുമെന്ന്. അപ്പോൾ ശ്രീജ ഉടനെ പറയുന്നുണ്ട് കേട്ടോ, അത് വേദയുടെ കയ്യിൽ 2 വളകളാച്ചാ കിടന്നത്, അത് ഒരെണ്ണം 2-2.5 പവൻ വരും, അതിലൊരെണ്ണമാണ് കാണാതെ പോയത് എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ സുധാരമാഷ് പറയുന്നുണ്ട്, ഒരു 2-2.5 പവനോ? അപ്പോൾ ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാൽ 1-1.5 ലക്ഷം രൂപ വരുമല്ലോ ഒരെണ്ണത്തിന് എന്ന് പറയാണ്. എന്നിട്ട് കമലമ്മയപ്പോൾ പറയുന്നുണ്ട്, അയ്യോ, അത്രയും രൂപ വില വരുന്ന വള കാണാതെ പോയോ മോളെ? അപ്പോൾ വേദ പറയുക, അതൊന്നും സാരില്ല, നമുക്ക് നോക്കാം, ആരും ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പോൾ സുധാകരൻ മാഷ് പറയണം, അങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റില്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കുട്ടിക്ക് പ്രശ്നമല്ലായിരിക്കും, പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. എല്ലാവരും എല്ലായിടവും ഒന്ന് പരിശോധിച്ച് എല്ലാവരുടെയും റൂമിലൊക്കെ പോയി ഒന്ന് നോക്കിക്കേ എന്നൊക്കെ പറയുകയാണ് സുധാകരൻ മാഷ്. അങ്ങനെ എല്ലാവരും റൂമിലൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഏയ് ഒരു റൂമിലും വളയില്ല, എങ്ങുമില്ല, ആരും കണ്ടതുമില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, ഇവിടെ എന്തിൻ്റെങ്കിലും അടിയിലോ എവിടെയെങ്കിലും കാണും, ഞാനത് പിന്നെ നോക്കി എടുത്തോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഇല്ല, ആ വള കാണാതെ പോയത് കണ്ടെത്തണം, കണ്ടെത്തിയില്ലെങ്കിൽ പ്രശ്നമാകും, കാരണം ഇപ്പോൾ തന്നെ നാണക്കേടാണ്, ഈ കുട്ടിയുടെ വീട്ടുകാർ ഇതറിഞ്ഞാൽ എന്തുമാത്രം പ്രശ്നമാകും, ഇത്രയും നാളും ഈ കുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തിയത് പണം മോഹിച്ചിട്ടാണെന്ന് പറഞ്ഞ് ആ മാനക്കേട് ഇതുവരെ മാറിയിട്ടില്ല, ഇനിയിപ്പം അവർ പറയും ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും കൂടി നമ്മൾ വാങ്ങിച്ചെടുത്തെന്ന്, എനിക്ക് ആ മാനക്കേടൊന്നും കേൾക്കാൻ പറ്റില്ല, എങ്ങനെയും വള കിട്ടണം, എല്ലാവരും ഒന്ന് നോക്ക് എന്നിങ്ങനെ പറയുകയാണ്.
അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ എങ്ങുമില്ല. അപ്പോൾ വിനായകൻ ഒടുക്കം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും നോക്കിയിട്ട് ഇവിടെ വളയില്ല, പിന്നെ ഇവിടെ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ, അവൻ്റെ കയ്യിലുണ്ടോ, അവനെങ്ങാനും എടുത്തിട്ടുണ്ടാവുമോ? അപ്പോൾ ചോദിക്കുകയാണ് കമലമ്മ, ആരാടാ അത്? അത് നമ്മുടെ വിക്രം, ചിലപ്പോൾ അവൻ എടുത്തിട്ടുണ്ടെങ്കിലോ? അപ്പം കമലമ്മ പറയാം, എടാ വേണ്ടാത്തത് പറയാതെ അവനെങ്ങനെ എടുക്കുമോ? അപ്പോൾ സുധാരൻ മാഷ് പറയാണ്, അതെന്താ അവനെ എടുക്കുമോയെന്ന് നീ ചോദിക്കുന്നത്? വിളിക്കടാ അവനെ, ആ തെമ്മാടി എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ഉടനെ വിനായകൻ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രത്തിനെ. കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ സുധാരൻ മാഷ് പറയാണ്, അവനെ എടുത്തിട്ടുണ്ടാവും, വരട്ടെ വൈകിട്ട് ചോദിക്കാം എന്ന് പറയാണ്. അങ്ങനെ വിക്രം വൈകുന്നേരം ആകുമ്പം വന്ന് കയറി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം സുധാകരൻ മാഷ് അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം നീ ഇവിടുന്ന് ഇവളുടെ വള എടുത്തിരുന്നു? അത് ചോദിക്കുമ്പോൾ തന്നെ വിക്രത്തിന് കാര്യം പിടികിട്ടുകയാണ്. വേദയുടെ വള എടുത്തുകൊണ്ട് പോയല്ലോ എന്ന് വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് വേദയുടെ നേരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. വേദയപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ആ ഞാൻ എടുത്തിരുന്നു എന്ന് പറയാണ്. അപ്പോൾ സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, നീ അവളോട് ചോദിച്ചിട്ടാണോ വള എടുത്തത്? അല്ല, അവൾ കണ്ടില്ല, ഞാൻ എടുത്തുകൊണ്ട് പോയതാ എന്ന് പറയുമ്പം സുധാകരൻ മാഷ് ഒറ്റയടി കൊടുക്കുകയാണ് കേട്ടോ വിക്രത്തിന്. ഭക്ഷണം എല്ലാം തെറിച്ചു പോവാണ്. അപ്പോൾ കമലമ്മയെ എല്ലാവരും തടയാൻ പോകുന്നുണ്ട്. വേദിയും പറയുന്നുണ്ട്, വേണ്ട, അതൊന്നും സാരില്ല, അങ്ങനെ സാരില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇവൻ പുറത്ത് നടന്നുള്ള ഗുണ്ടായുസവും തെമ്മാടിത്തരവും ഒക്കെ ഉള്ളായിരുന്നു, ഇപ്പോൾ കുടുംബത്തിൽ കയറിക്കൂടെ കളിക്കുകയാണ്, വീട്ടിൽ നിന്നും കൂടെ മോഷ്ടിക്കാൻ തുടങ്ങിയോടെ നാറി എന്നൊക്കെ ചോദിക്കുകയാണ് സുധാരൻ മാഷ് വിക്രത്തിനോട്. എന്നിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. പോകുമ്പം വേദ പറയുന്നുണ്ട്, കുഴപ്പമില്ലായികയൊന്നുമില്ല, എവിടുന്നേലും കടം വാങ്ങിച്ചിട്ടാണേലും പലിശയ്ക്ക് പണം എടുത്തിട്ടാണേലും നാളെ ഇവളുടെ വള വാങ്ങിക്കൊടുക്കണം കേട്ടോ കമലേ, അതിന് ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷ് ഗൗരവത്തിൽ അങ്ങ് കയറിപ്പോവാണ്. എല്ലാവരും അവനവൻ്റെ റൂമിലേക്ക് പോവുകയും ചെയ്യാണ്. വിക്രമാണെങ്കിലും വളരെ വിഷമിച്ച് റൂമിൽ പോവാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു പെൺകുട്ടി ഈ വളകൾ തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദി പറയുന്നുണ്ട് വേദിയോട്. ഇത് വിക്രമാദിത്യൻ ചേട്ടൻ കൊടുത്തന്നതാണ്, പണത്തിന് ആവശ്യം വന്നപ്പം വിക്രമാദിത്യൻ ചേട്ടനോട് പറഞ്ഞിരുന്നു, അപ്പോൾ വിക്രമാദിത്യൻ ചേട്ടൻ വള കൊണ്ട് തന്നു. അത് ചിട്ടിപ്പൈസ കിട്ടിയപ്പോൾ ആ വള ഞാൻ നേരെ എടുപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്, എവിടെ വിക്രമാദിത്യൻ ചേട്ടൻ എന്ന് പറയുവാണ്. അപ്പോഴേക്കും വിക്രം ഇറങ്ങി വരുന്നുണ്ട്. വിക്രം പറയാണ്, അവളുടെ വളയാണ്, അവൾക്ക് കൊടുത്തിട്ട് നന്ദി പറയാനോ എന്ത് പറയാനോ ഉണ്ടെങ്കിൽ അവളോട് പറഞ്ഞു. ആ കുട്ടി അപ്പം നന്ദി പറയാണ്, അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു ഈ തുക എന്നൊക്കെ പറഞ്ഞപ്പം വേദ പറയാണ്, ഈ വള എനിക്കിപ്പം വേണ്ടായിരുന്നു എന്ന് പറയും. അത് സാരില്ല എന്ന് പറയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, ഇനിയും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഈ വള തരാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ചേച്ചിക്ക് ഒരു നല്ല മനസ്സുണ്ട്, അതുകൊണ്ട് ചേച്ചിയും വിക്രമാദിത്യൻ ചേട്ടനും കൂടെ ഒരു 100 കൊല്ലം സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതേസമയം രാധയുടെ വീട്ടിലാണെങ്കിൽ രാധയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ് രാധയുടെ അച്ഛൻ. വിക്രവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയായി തീർന്ന സ്ഥിതിക്ക് ഒരു കള്ളുകുടിയനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ്. നല്ല പ്രായമുള്ള ഒരാളാണ് കേട്ടോ. അയാൾ രാധയുടെ അച്ഛന് മദ്യമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അയാളെ കൊണ്ടുവന്നിട്ട് രാധയെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവരികയാണ്. രാധയുടെ അമ്മ കിടന്ന് ബഹളം വെച്ച് കരയുന്നുണ്ട്, ഇത് നടക്കരുത്, അവനൊരു മോശം പയ്യനാണ്, അവനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇതുപോലൊരു തെമ്മാടിയെ കൊണ്ട് കെട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം രാധയുടെ അച്ഛൻ പറയാണ്, അതിനെന്താടി, പിന്നെ ആ വിക്രത്തിൻ്റെ പുറകെ ഇവൾ നടക്കണോ, അവൻ വേറെ പെണ്ണ് കിട്ടിയില്ലേ, ഇയാൾ കെട്ടിക്കോ മോനെ, നീയാ എൻ്റെ മരുമകൻ എന്നൊക്കെ കുടിച്ച് പൂസായി പറയാണ് കേട്ടോ. അപ്പോൾ രാധയുടെ അമ്മയും എല്ലാം അലമുറയായിട്ട് കരയാണ്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ഈ ചടങ്ങ് ഇവിടെ നടക്കരുത്, എൻ്റെ മോളെ ഇവന് ഞാൻ വിവാഹം കഴിച്ച് കൊടുക്കുകയല്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ നല്ല സുന്ദരമായിട്ട് രാധയെ നോക്കിക്കോളാം, മോളെ എനിക്ക് വിവാഹം കഴിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ആ ചടങ്ങ് നടത്താൻ പോവാണ്. അപ്പോൾ അവരിങ്ങനെ കരയാണ്. തട്ടത്തിൽ ഇങ്ങനെ കുറേ പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് പൂവും മാലയൊക്കെ കൊണ്ടുവന്ന് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീകരിച്ച് കയറ്റാൻ പോകുമ്പോഴേക്കും അവിടെ വിക്രം എത്തുകയാണ്. വിക്രം ആ തട്ടൻ തട്ടിക്കളയാണ്. അപ്പോഴേക്കും രാധയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഇത് തട്ടിക്കളഞ്ഞത്, നീ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചില്ലേ, ഇനി എൻ്റെ മോളെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? അപ്പോൾ വിക്രം പറയാണ്, ഒരിക്കലും ഇവനെ കൊണ്ട് ഇവളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിപ്പിക്കില്ല, അങ്ങനെ ഇവളുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് അയാൾ, അതെന്താ നിനക്കത് പറയാൻ അവകാശം? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നിങ്ങളുടെ മോളുടെ സമ്മതം ചോദിച്ചിട്ടാണോ നിങ്ങളുടെ മോളുടെ വിവാഹം നടത്തുന്നത്? അവർക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ കൊണ്ട് തന്നെയാണോ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുന്നത്? അപ്പോൾ ഉടനെ രാധയുടെ അച്ഛൻ പറയാണ്, ആഹാ, നീ ന്യായമൊക്കെ പറയുന്നുണ്ടല്ലോ, നീ ഒരു പെണ്ണിനെ താലി കെട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ലേ, അവളുടെ സമ്മതം ചോദിച്ചിട്ടാണോ നീ അമ്പലത്തിൽ വെച്ച് അവളുടെ താലി കെട്ടിയത്? അത് നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ലേ, എന്നിട്ടിപ്പം നീ ന്യായം പറഞ്ഞുകൊണ്ട് വരുന്നല്ലേ, നിനക്കൊരു ന്യായം, എൻ്റെ മോക്ക് വേറെ ന്യായം, അതിവിടെ വേണ്ട.
അങ്ങനെ വിക്രം അവിടെ നിന്ന് നാണം കെട്ടിറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്